പ്രിയപ്പെട്ട കഥാമാല ശ്രോതാക്കളെ, കഥാമാലയിലെ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. ഇന്നത്തെ കഥയുടെ പേര് പ്രലോഭനം. നമുക്ക് കഥ കേൾക്കാം. പ്രലോഭനം. എൽസി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. ഇന്ന് ICU ഡ്യൂട്ടി ഇല്ല, റിക്കവറി റൂമിലാണ്. ലിസിയമ്മയാണ് ICUവിൽ. റിക്കവറി റൂം ഡ്യൂട്ടി കുറെ കൂടെ ഭേദമാണ്. ഡ്യൂട്ടി റൂമിലേക്ക് കയറുമ്പോൾ ICU ലിസ്റ്റ് വെറുതെ നോക്കി ഞെട്ടിപ്പോയി. മൂന്നാമതായി ആ പേര്. അയാൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ വന്നു പെട്ടോ? റിക്കവറി റൂമിൽ ശാന്തതയാണ്. ആരും ഒച്ച വയ്ക്കുന്നില്ല. പക്ഷേ മനസ്സ് അലറുന്ന പെരുങ്കടലായിരുന്നു. ICUവിൽ ചെന്ന് ചാർട്ട് എടുത്തു നോക്കി. സ്ട്രോക്ക് വന്നതാണ്. ചലനശേഷി വീണ്ടെടുക്കാൻ സാധ്യതയേയില്ല. കരൾ വീക്കമുണ്ട്. രക്തത്തിലെ പഞ്ചസാര പക്ഷേ സാധാരണ നിലയിൽ. സീറ്റിൽ ചെന്നിരുന്നപ്പോൾ ഉള്ളിൽ കലിയായിരുന്നു. വെറുക്കപ്പെട്ട മനുഷ്യൻ. 8 വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട തൻ്റെ അപ്പൻ. മൂന്നാമതൊരു പെൺകുട്ടിയെ പോറ്റാനും കെട്ടിച്ചു വിടാനും വഴിയില്ലാത്രേ. താൻ നിലവിളിച്ച് തറയിൽ കിടന്നു ഉരുണ്ടു. അമ്മച്ചി നെഞ്ചത്തടിച്ച് വാവിട്ട് കരഞ്ഞു. എന്നിട്ടും തന്നെ ബലമായി അയാളെ ഏൽപ്പിച്ചു. മദ്യപിക്കാൻ കൂടെ കൂടുന്ന ആ വൃത്തികെട്ടവനെ. അയാൾക്ക് പിള്ളേരില്ല അത്രേ. അമ്മച്ചി മരിച്ചപ്പോൾ സിമിത്തേരിയിൽ ഒന്ന് പോയി. അല്ലാതെ ആ വീടുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. എന്നിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്ത ചേച്ചിമാരുടെ കാര്യമോ? മൂത്ത ചേച്ചി കന്യാമഠത്തിൽ അഭയം തേടി. അമ്മച്ചിയും പോയപ്പോൾ രണ്ടാമത്തെയാൾ ഒരു അരപ്പട്ടിണിക്കാരൻ്റെ കൂടെ ഒളിച്ചോടി. കേൾപ്പോരും കേൾവിയുമില്ല. അപ്പനെപ്പറ്റി പിന്നെ തിരക്കിയതേയില്ല. കുടവയറൻ വളർത്തച്ഛൻ തന്നെ ധാരാളം. അയാൾക്കും കെട്ടിയോൾക്കും വേണ്ടിയിരുന്നത് സൗജന്യമായി ഒരു ജോലിക്കാരി. അരവയറും കീറപ്പാവാടയുമായി സ്കൂളിലേക്കുള്ള ആ പോക്ക്. അപ്പൻ എന്ന ക്രൂരനെ ശപിക്കാത്ത നിമിഷങ്ങളില്ല. നല്ലവളായ തങ്കമ്മ ടീച്ചറുടെ കാരുണ്യം കൊണ്ട് ഇന്ന് നേഴ്സായി ജോലി ചെയ്യുന്നു. അനാഥത്വത്തിലേക്ക് തള്ളിവിട്ട അയാളെപ്പറ്റി ചിന്തിച്ചാൽ രക്തം തിളയ്ക്കുന്നു. എന്താ വേണ്ടതെന്ന് അറിയാം. ഒരു ഇൻസുലിൻ ഓവർഡോസ്, അത്രയേ വേണ്ടൂ. പതിപോലെ ലിസിയമ്മ 5 മിനിറ്റ് ICUവിൽ ഒരു കണ്ണ് വേണം എന്ന് പറഞ്ഞ് പുറത്തുപോയി. സിറിഞ്ചിൽ നിറയെ ഇൻസുലിൻ എടുത്ത് പതുക്കെ ICUവിലേക്ക് കയറി. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം റൂമിൽ വന്ന് കിടക്കുകയായിരുന്നു. വേണ്ട എന്ന് പല പ്രാവശ്യം വെച്ചതാണ്. എന്നിട്ടും ICUവിലേക്ക് വിളിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. എൽസി കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. അവസാന നിമിഷമാണ് മനസാക്ഷി പ്രതിഷേധമുയർത്തിയത്. എന്തായാലും തനിക്ക് ജന്മം തന്നവനല്ലേ. ഇൻസുലിൻ സിങ്കിൽ ഒഴിച്ചു കളയാനാണ് തോന്നിയത്. പക്ഷേ ഇപ്പോൾ മനസ്സിൽ മറ്റൊരു ചിന്ത അലയടിക്കുന്നു. ആരോരുമില്ലാതെ തളർന്നു കിടക്കാൻ വിധിക്കപ്പെട്ട ആൾ. അയാളുടെ അല്പം ദയ കാണിക്കാനുള്ള അവസരമായിരുന്നു അത്. വെറുതെ ഇൻസുലിൻ കളയണമായിരുന്നോ? അപ്പോൾ ഇതാണ് കഥ. കഥ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത കഥയിൽ കാണാം.